നമസ്കാരം, ശ്രീജറായി ആണ്. നമ്മ പൊതുവെ രാഷ്ട്രീയ പാർട്ടികള് പരസ്പരം ആശയപരമായി പരസ്പരം പോരാടാനും അല്ലാത്ത രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനോഹരമായ ദൃശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇട്ടത്. ഞങ്ങളുടെ വാർഡിൽ ഒരു അംഗൻവാടിയാണ്, ഇത്തിരി ശോചനീയാവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ അംഗൻവാടി ശോചനീയാവസ്ഥ കിടന്നപ്പോ ഇവിടുത്തെ ഇത് നമ്മുടെ ഇവിടുത്തെ മെമ്പറാണ്, പറയാൻ നേരത്ത് CPM-ന്റെ മെമ്പറാണ്, CPM കാരനാണ്. അപ്പൊ ശോചനീയാവസ്ഥയിലായ സമയത്ത് ഇതിന്റെ ആകെ ചോർച്ചയും കാര്യങ്ങളുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ ടൈലൊക്കെ ഇട്ട് തന്നത് ശരിക്കും ഇവിടുത്തെ DYFI പ്രവർത്തകരാണ്. അതുപോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച BJP പ്രവർത്തനം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ ചാൻസത് ഇവിടെ ഒരു മതില് കെട്ടിക്കൊടുക്കാൻ ചാൻസത് ഇവിടുത്തെ BJP പ്രവർത്തകർ ഇപ്പൊ ഇടുന്നത് ആ വേലിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ അകത്തോട്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അത് DYFI-ക്കാർ ഇവിടെ പെയിന്റ് അടിക്കുന്നുണ്ട്. അങ്ങനെ അതായത് ഇത്തിരി ശോചനാവസ്ഥയിലുള്ള ഒരു അംഗൻവാടി ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഒന്നിച്ചു ചേർന്നത് എങ്ങനെ അത് നന്നാക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമ ഉദാഹരണമാണ്. അത് ഞങ്ങൾക്ക് എല്ലാ അഭിമാനമുണ്ട്. ഇത് ഇവിടുത്തെ DYFI പ്രവർത്തകരാണ്, ഇത് സന്ദീപ്, അവരെല്ലാരും പെയിന്റ് അടിച്ച് ഈ അംഗൻവാടി അടിപൊളിയാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഏതായാലും ഇതൊരു മാതൃക തന്നെയാണ്. അതൊരു ജനലൊക്കെ ആകെ പോയിക്കുന്നത്. അപ്പൊ നമ്മള് BJP-യുടെ പ്രവർത്തകരാണ് ഈ ജനൽ വെച്ചു കൊടുത്തത്. ഇനി ഇതിന്റെ ജനൽ പാളികളൊക്കെ പിടിപ്പിക്കാനുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. ഏതായാലും നമ്മള് ഇതൊരു മാതൃക തന്നെയാണ്. കാരണം പരസ്പരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരസ്പരം തല്ലുപിടിക്കാനല്ലാണ്ട് ഇതുപോലെ ഒരു സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാല് അതൊരു മാതൃക തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാല്, ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഇത്രയും കൂടി ബെറ്റർ ആകും. അപ്പൊ അതിനുള്ളൊരു ഇവിടെ ഇതിന്റെ ഫ്രണ്ട് വശം ആകെ അലങ്കോലൊക്കെ കിടക്കണേണ്. ഞങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ഒരു ടൈലിട്ട് കൊടുത്ത് ഇത്രയും കൂടി ഫ്രണ്ട് വശം ഒന്ന് മെനയാക്കണമെന്ന്. അപ്പൊ അതിനുള്ളൊരു സഹകരണം ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ ഉപകാരമാകും. ഇവിടുത്തെ DYFI-ക്കാർ തന്നെ ഉണ്ട്. അതിനൊരു മെമ്പർ ടീച്ചർമാരാണ്. അപ്പൊ വളരെ ഒരു അഭിമാനത്തോടെ നിൽക്കുന്ന സമയമാണ്. ഞങ്ങൾ പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. നിങ്ങളുടെ സഹായങ്ങളൊക്കെ വേണം. താങ്ക് യു. അയ്യോ, BJP-ക്കാരെ അവിടെ ഉണ്ട്, അവർ കാണിച്ചില്ല. അപ്പൊ ശരി.